എല്ലാവർക്കും നമ്മുടെ ബയോമെട്രിക് ടൈം അറ്റൻഡൻസ് ആൻഡ് ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ മെയിൻ ഡിവൈസാണ്. ഇത് ESSLൻ്റെ K90 എന്ന് പറഞ്ഞ ഡിവൈസാണ്. ഇതിൽ നമുക്ക് ബയോമെട്രിക്, പിന്നീട് കാർഡ്, പാസ്വേഡ് തുടങ്ങിയവ ഉപയോഗിക്കാൻ പറ്റും. ഈ ഡിവൈസാണ് ഇതിൻ്റെ മെയിൻ ഡിവൈസ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ആക്സസ് കൺട്രോളും ടൈം അറ്റൻഡൻസും ചെയ്യുന്നത്. ഇതിൻ്റെ സ്പെക്ക് ഞാനിവിടെ പറയുകയാണ്. ഈ ഡിവൈസിൽ ഏകദേശം 800 കാർഡും 800 ഫിംഗർ പ്രിൻറ്റും നമുക്ക് യൂസ് ചെയ്യാം. 80,000 ട്രാൻസാക്ഷൻ പറ്റുന്നുണ്ട് ഈ ഡിവൈസിൽ. ഇത് നമുക്ക് ആക്സസ് കൺട്രോളായിട്ടും ബയോമെട്രിക്കായിട്ടും ഉപയോഗിക്കാം. ഇതിൽ പിൻ ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിൻ ഉപയോഗിച്ച് ലോക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഡിവൈസിൻ്റെ പിന്നുള്ളത് ഡിവൈസിൽ 12 വോൾട്ട് 1.5 ആംസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ഡിവൈസിൻ്റെ ബാക്ക് സൈഡിലുള്ള കണക്ഷനുകളാണ്. 12 വോൾട്ട് ഗ്രൗണ്ട് 12 വോൾട്ട് ബട്ടൺ, NONC, കോം തുടങ്ങിയ പോർട്ടുകളാണ്. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അത് ഈ ഡിവൈസിന് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് ഈ ഡിവൈസ് ബാറ്ററിയിൽ വർക്കാവും ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ ലാനും പവർ സെപ്പറേറ്റ് കൊടുക്കാവുന്നതാണ്. അഡാപ്റ്റർ കണക്ട് ചെയ്യാം. ഇവിടെയും പവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഒരു വാൾ മൗണ്ടോട് വരുന്നുണ്ട്. അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. ഇതിങ്ങനെ ഭിത്തിയിൽ നമുക്കിങ്ങനെ മൗണ്ട് ചെയ്യാൻ കഴിയും. ബേസിൻ്റെ കൂടെ വരുന്ന അഡാപ്റ്ററാണ്. 12 വോൾട്ട് 1.5 ആംസിൻ്റെ അഡാപ്റ്ററാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ കുറച്ച് കേബിളുകൾ ലഭിക്കുന്നുണ്ട് നമുക്ക്. ഇത് അഡാപ്റ്റർ കൊടുക്കാനുള്ള കേബിളാണ്. പിന്നീട് ഇത് ബാക്കി ലോക്ക് കണക്ഷനും മറ്റുള്ള കണക്ഷനൊക്കെ വേണ്ടിയുള്ള കേബിളുകളാണ്. പിന്നെ നമുക്ക് ഇത് ആക്സസ് കൺട്രോളായിട്ട് ഉപയോഗിക്കാം. ഇത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ലോക്കാണ്, എക്സിറ്റ് സ്വിച്ചാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ഡിവൈസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞ ശേഷം ഈ ലോക്കിനെക്കുറിച്ചും എക്സിറ്റ് സ്വിച്ചിനെക്കുറിച്ചും വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇതാണ് ഡിവൈസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നിട്ട് ഈ ഡിവൈസ് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് കാണിക്കാം. അതിനുശേഷം ഈ ലോക്കുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏത് രീതിയിലും ഇതിൽ അഡാപ്റ്റർ കണക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യം നമുക്ക് നമ്മുടെ കയ്യിലുള്ള കേബിൾ ഉപയോഗിച്ച് നമുക്കിവിടെ ഈ അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ ബാക്കി കേബിളുകൾ ഇതുപോലെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഈ കേബിളിൻ്റെ സെയിം ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ കണക്ഷനുകൾ വരുന്നത്. ഫസ്റ്റ് ഗ്രൗണ്ട് 12 വോൾട്ട് ഗ്രൗണ്ട്, ബട്ടൺ, കോം, NONC. അത് റിലേ ആണ്. നോർമലി ഓപ്പണും നോർമലി ക്ലോസും കോമും. പിന്നീടുള്ളത് ബട്ടണാണ്, എക്സിറ്റ് സ്വിച്ചിന് വേണ്ടിയുള്ള ബട്ടൺ. പിന്നെ നമുക്കിവിടെ താഴെയും പവർ അഡാപ്റ്റർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കേബിളിലാണ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഈ കേബിൾ വഴി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഡിവൈസ് ഇപ്പോൾ ഓണായി വരുന്നുണ്ട്. ഡിവൈസ് ഇപ്പോൾ ഇത് ലിനക്സ് സപ്പോർട്ട് ചെയ്യുന്നൊരു ഡിവൈസാണ്. ഇപ്പോൾ അതിൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ചെക്ക് ഇൻ എന്നാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഇതാണ് ഡിവൈസിൻ്റെ ഓണായി വരുമ്പോഴുള്ള അവസ്ഥ. പിന്നീട് നമുക്ക് ഇപ്പോൾ പ്ലീസ് വെരിഫൈ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഒരു അഡ്മിൻ റൈറ്റ്സ് കൊടുത്തിരിക്കുന്ന ഡിവൈസാണ്, ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച്. ഇപ്പോൾ ഇത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞുകൊണ്ടാണ് ഈ അഡ്മിനിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നത്. അല്ലെങ്കിൽ അത് ജസ്റ്റ് പഞ്ച് ചെയ്തങ്ങ് ആക്സസ് അറ്റൻഡൻസ് ഇത് ചെയ്തങ്ങ് പോകത്തേ ഉള്ളൂ, റിപ്പോർട്ട് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഇതിപ്പം അഡ്മിൻ റൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഈ അഡ്മിൻ മെനുവിലേക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെ കീപാഡുകളെല്ലാം ഉണ്ട്. എസ്കേപ്പ് ബട്ടൺ, ഇത് മെനു, ഇത് OK ബട്ടൺ തുടങ്ങിയ ഓപ്ഷനുകളാണ്. നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് വരുന്നത് യൂസർ മാനേജ്മെൻ്റ് ആണ്. ഇതുപോലെ വന്ന ശേഷം യൂസർ മാനേജ്മെൻറ്റിൽ നമ്മൾ OK കൊടുത്തു കഴിഞ്ഞാൽ യൂസറിലേക്ക് പോകും. ഇവിടെ ന്യൂ യൂസർ, അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. യൂസറെ ആഡ് ചെയ്യുകയാണ്. പിന്നെ ഓൾ യൂസേഴ്സ്, ഡിസ്പ്ലേ സ്റ്റൈൽ തുടങ്ങിയ ഓപ്ഷനുകളാണ്.
ഇപ്പം ന്യൂ യൂസർ കൊടുത്തു കഴിഞ്ഞാൽ യൂസർ ID ചോദിക്കും, പേര്, യൂസർ റോള് നോർമലാണോ അതോ അഡ്മിൻ റൈറ്റ്സ് ആണോ കൊടുക്കേണ്ടത്, ഫിംഗർ പ്രിൻ്റ്, കാർഡ്, പാസ്വേഡ് തുടങ്ങിയ ഓപ്ഷനുകളാണ് വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ യൂസർ ID കൊടുത്ത ശേഷം യൂസർ ID ഓൾറെഡി വരുന്നുണ്ട്, അവിടെ 2 ഓൾറെഡി 1 കൊടുത്തിട്ടുള്ളതുകൊണ്ട് 2 കാണിക്കുന്നത്. താഴെ ഒരു പേര് കൊടുക്കുക, എന്തെങ്കിലും ഒരു പേര് കൊടുത്ത ശേഷം സേവ് ചെയ്യണം. പിന്നെ യൂസർ പ്രൊഫൈലാണ്, യൂസർ റോളാണ്, അതിപ്പോൾ നോർമൽ യൂസറാണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ അഡ്മിൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിൻ റൈറ്റ്സ് ലഭിക്കും. പിന്നീട് ഇവിടെ ഫിംഗർ പ്രിൻ്റ് കൊടുത്ത് നമ്മൾ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യണം. കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ കാർഡ് ആഡ് ആവും. പാസ്വേഡ് കൊടുക്കുക. ഈ യൂസർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. യൂസർ ID ഓൾറെഡി അവിടെ 2 ആണ് കാണിക്കുന്നത്. അത് താഴെ വരുമ്പോൾ പേര് കൊടുക്കണം. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അവിടെ പേര് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനൊരു പേര് കൊടുക്കുകയാണ്. AB എന്നൊരു പേര് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ കൺഫേം ചെയ്യാൻ ചോദിക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ആകും. അതിനുശേഷം താഴെ നോർമൽ യൂസറാണ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്മിൻ റൈറ്റ്സ് വേണ്ടവരാണെങ്കിൽ അഡ്മിൻ കൊടുക്കാം, സൂപ്പർ അഡ്മിൻ കൊടുക്കാം, അല്ലെങ്കിൽ നോർമൽ യൂസറാക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഫിംഗർ പ്രിൻ്റ് കൊടുക്കുക. ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് കൊടുക്കുമ്പോൾ ഫിംഗർ പ്രിൻ്റ് എൻ്റർ ചെയ്ത ശേഷം ഏതെങ്കിലും വിരലിൽ ഫിംഗർ കൊടുക്കുക. യൂസർ മാനേജ്മെൻറ്റിലുള്ള ഓപ്ഷനുകൾ ഇത്രയാണ്. അതിനുശേഷം പിന്നീട് വരുന്ന ഓപ്ഷൻ യൂസർ റോളാണ്. യൂസർ ഡിഫൈൻഡ് റോളാണ്. അത് ഓരോ റോൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ റോൾ കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തൊക്കെയാണ് അതിൽ വേണ്ടതെന്നുള്ളതാണ് റോൾ ചോദിക്കുന്നത്. സിസ്റ്റം ഇത്രയും ഓപ്ഷനുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് യൂസറിന് ഏതൊക്കെ ഓപ്ഷനുകൾ വേണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതനുസരിച്ച് യൂസറെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ 3 യൂസർ ഡിഫൈൻ റോളുകളുണ്ട്. പിന്നീടുള്ളത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എതർനെറ്റ്, PC കണക്ഷൻ, ക്ലൗഡ് സെർവർ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എതർനെറ്റിലാണ് കണക്ട് ചെയ്യുന്നത്. എതർനെറ്റിൽ നമ്മുടെ ഡിവൈസ് ഇപ്പോൾ ലാനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ IP അഡ്രസ്സും സബ്നെറ്റ് മാസ്ക്, ഗേറ്റ്വേ തുടങ്ങിയ ഓപ്ഷനുകളെല്ലാം ഉണ്ട്. ഇവിടെ DNS, DHCP ഇതെല്ലാം കൊടുക്കണം. ഞാനത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്ഷനുകളിൽ നമ്മുടെ മെനുവിലേക്കൊന്ന് എന്തൊക്കെ ഇതിലുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. പിന്നെയുള്ള സിസ്റ്റം എന്ന ഓപ്ഷനാണ്. സിസ്റ്റം ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡേറ്റ് ആൻഡ് ടൈം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. 24 hours ആണെങ്കിൽ 24 hour ആക്കാം. ഡേറ്റ് ഫോർമാറ്റ്, ഡേ ലൈറ്റ് സേവിങ്സ് ടൈം എല്ലാം ഇതിൽ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നീടുള്ള അറ്റൻഡൻസ് എന്ന ഓപ്ഷനാണ്. അറ്റൻഡൻസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് പഞ്ച് പീരീഡ്, അറ്റൻഡൻസ് ലോഗ് അലേർട്ട് തുടങ്ങിയ കുറേ ഓപ്ഷനുകളുണ്ട്. വെരിഫിക്കേഷൻ, റിസൾട്ട്, ഫോൺ സൈസ്, ഷോർട്ട് മെസ്സേജ് ഫോൺ സൈസ്. പിന്നെ ഫിംഗർ പ്രിൻ്റാണ്. ഫിംഗർ പ്രിൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ത്രഷോൾഡ് വാല്യൂ, സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റി തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാം. പിന്നെ റീസെറ്റ് ഓപ്ഷനാണ്. ഡിവൈസ് റീസെറ്റ് ചെയ്യാനുള്ള USB അപ്ഗ്രേഡ്. പക്ഷേ ഇവിടെ USB കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഈ ഡിവൈസിൽ കാണുന്നില്ല. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പേഴ്സണലൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അടുത്തത്. അതിൽ യൂസർ ഇൻ്റർഫേസ്, വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്യാവുന്ന സംഭവമാണ്. ഇതിലേത് വേണമെന്നുള്ളത് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ലാംഗ്വേജ് നമുക്ക് മാറ്റാൻ കഴിയും. ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ ഇത് ലാംഗ്വേജ്. ലോക്ക് പവർ കീ, മെനു സ്ക്രീൻ ടൈം ഔട്ട്, ഐഡിൽ ടൈം ടു സ്ലൈഡ് ഷോ ഇൻ്റർവൽ, ഐഡിൽ ടൈം ടു സ്ലീപ്പ് 30 മിനിറ്റാണ്. മെയിൻ സ്ക്രീൻ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ ഓപ്ഷനുകളാണ്. ഇതിൽ യൂസർ ഇൻ്റർഫേസ് ആണ്. പിന്നെ വോയിസ് നമുക്കിവിടെ വോയിസ് പ്രോംപ്റ്റ് ഓൺ ആണ്, കീബോർഡ് പ്രോംപ്റ്റ് ഓൺ ആണ്, വോളിയം എല്ലാം സെലക്ട് ചെയ്യാൻ കഴിയും.
ബെൽ ഷെഡ്യൂളുണ്ട്. ബെല്ല് ഷെഡ്യൂൾ ചെയ്യാം. പഞ്ച് സ്റ്റേറ്റ് ഓപ്ഷൻ, ഷോർട്ട് കട്ട് കീ മാപ്പിങ്സ്, അത് അപ്പ് കീ, ചെക്ക് ഇൻ ചെക്കൗട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. ഇത്ര ഓപ്ഷനുകളാണ് അതിൽ വരുന്നത്. പിന്നെ ഡേറ്റ മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ മാനേജ്മെൻറ്റ് ഡിലീറ്റ് ഡേറ്റ, ബാക്കപ്പ് ഡേറ്റ, റീസ്റ്റോർ ഡേറ്റ, ഡേറ്റയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഡേറ്റ മാനേജ്മെൻറ്റ് ഉള്ളത്. ആക്സസ് കൺട്രോളാണ് അടുത്തത്. ആക്സസ് കൺട്രോൾ ഓപ്ഷനുകളിൽ ഡോർ ലോക്കിൻ്റെ ഡിലേ കാണിക്കുന്നുണ്ട്. അത് ലോക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പം നമ്മളിത് പഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ലോക്ക് ഓപ്പൺ ആവണം. അപ്പോൾ ലോക്ക് ഓപ്പൺ ആയ ശേഷം എത്ര സമയത്തിനുള്ളിൽ ലോക്ക് ക്ലോസ് ആകും, ലോക്ക് പവർ തിരിച്ചു വരും എന്നുള്ളതാണ് ഈ 10 സെക്കൻഡ്സ്. നമുക്ക് സെലക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള പോലെ. ഇതിപ്പം യൂസർ ഡിഫൈൻഡ് 10 അല്ലെങ്കിൽ 0, 1, 2, 3, 4 സെക്കൻഡുകളാണ് വരുന്നത്. ഒരു 10 ആണ് കൊടുത്തിരിക്കുന്നത്. USB മാനേജറാണ്, പക്ഷേ ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെയുള്ള ഡിവൈസ് ആണെങ്കിൽ നമുക്കത് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീടുള്ള ഓപ്ഷൻ നമ്മുടെ USB മാനേജറാണ്. USB മാനേജർ എന്ന് പറയുന്നത് നമുക്കിവിടെ USB വഴി ഈ ഡേറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം USB-യിൽ എടുക്കുക, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ഓപ്ഷനുകളുണ്ട്. അറ്റൻഡൻസ് ഡേറ്റ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഈ ഡിവൈസിൻ്റെ സൈഡിൽ USB കൊടുക്കാനുള്ള, റീസെറ്റ് ചെയ്യാനും USB കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ USB കണക്ട് ചെയ്തുകൊണ്ടാണ് ഡേറ്റ ഡൗൺലോഡ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും. പിന്നീടുള്ള ഓപ്ഷൻ അറ്റൻഡൻസ് സെർച്ചാണ്. നമുക്ക് സോഫ്റ്റ്വെയറും സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, യൂസർ ID കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഷോർട്ട് മെസ്സേജാണ്. ഷോർട്ട് മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇപ്പം നമ്മളൊരു ഷോർട്ട് മെസ്സേജ്, ഇപ്പം നമ്മളൊരാൾ ഇപ്പം പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്നൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം അവിടെ ഈ ഗുഡ് മോർണിംഗ് എന്നുള്ള മെസ്സേജ് എഴുതി വരും. സ്റ്റാഫൊക്കെ രാവിലെ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ ഒരു പുതിയ മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്ത ശേഷം സ്റ്റാർട്ട് ഡേറ്റ്, ടൈമും എക്സ്പയർ ടൈമും കൊടുത്തു കഴിഞ്ഞാൽ, മെസ്സേജ് ടൈപ്പും കൊടുത്തു കഴിഞ്ഞാൽ, മെസ്സേജ് ടൈപ്പിൽ നമ്മൾ ഇവിടെ വന്നിട്ട് മെസ്സേജ് ടൈപ്പിൽ നമ്മൾ പേഴ്സണൽ എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇത് സ്വൈപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫിംഗർ കൊടുക്കുമ്പോൾ ഈ മെസ്സേജ് ഇവിടെ കാണിക്കും. കണ്ടോ, ഇവിടെ ഗോ എന്നൊരു മെസ്സേജ് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഡിസ്പ്ലേ ആവും. പിന്നീടുള്ള ഓപ്ഷൻ ആക്സസ് കൺട്രോൾ. നമ്മളിവിടെ നോക്കുന്ന അടുത്ത ഓപ്ഷൻ വർക്ക് കോഡാണ്. വർക്ക് കോഡ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് എംപ്ലോയീസിന് സെപ്പറേറ്റ് വർക്ക് കോഡ് കൊടുക്കാൻ പറ്റും. നമുക്ക് സാലറിയൊക്കെ പല ടൈപ്പ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇവിടെ ID കൊടുക്കുക, പേര് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു വർക്ക് കോഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 10 എന്നൊരു ID കൊടുത്ത ശേഷം AB, ഇൻസ്റ്റലേഷൻ, അങ്ങനെയുള്ള ഏത് വർക്ക് കോഡ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. സർവീസ്, ഒരു ജസ്റ്റ് എക്സാമ്പിൾ AB എന്ന് കൊടുത്തിരിക്കുകയാണ്. അവിടെ അതിനുശേഷം താഴെ പോയി വർക്ക് കോഡ് ഓപ്ഷൻ ഇവിടെ ഓൺ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ വർക്ക് കോഡ് ചോദിക്കും. വർക്ക് കോഡ് ചോദിക്കും. അപ്പോൾ എൻ്റർ വർക്ക് കോഡ് കൊടുക്കുക. വർക്ക് കോഡ് 10 ആണെങ്കിൽ 10 കൊടുത്ത ശേഷം എൻ്റർ ആയിക്കഴിഞ്ഞാൽ യൂസർ വെരിഫൈഡ് ആണ്. മുമ്പേ മെസ്സേജ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനൊരു മെസ്സേജ് കൊടുത്തുകൊണ്ട് ഈ മെസ്സേജും കാണിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ അഡ്മിൻ ലോഗിൻ ആയിട്ടുണ്ട്. അതിനുശേഷം പിന്നെയുള്ള ഓട്ടോ ടെസ്റ്റാണ്. ജസ്റ്റ് ഡിവൈസിൻ്റെ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ടെസ്റ്റ് ഓൾ കൊടുക്കാം. ടെസ്റ്റ് LCD ടെസ്റ്റ് ചെയ്യാൻ പറ്റും.
വോയിസ് ടെസ്റ്റ് ചെയ്യാം, കീബോർഡ് ടെസ്റ്റ് ചെയ്യാം, ഫിംഗർ സെൻസർ ടെസ്റ്റ് ചെയ്യാം, ക്ലോക്ക് RTC ടെസ്റ്റ് ചെയ്യാം. ഇവിടെ ടെസ്റ്റ് LCD കൊടുത്തു കഴിഞ്ഞാൽ LCD ടെസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം വോയിസ്, പിന്നീട് കീബോർഡ് ടെസ്റ്റ് ചെയ്യുന്ന ഓപ്ഷനുണ്ട്. ഫിംഗർ സെൻസർ ടെസ്റ്റ് ചെയ്യാം. ഇവിടുത്തെ ഫിംഗർ ഇവിടെ അത് കാണിക്കും, ഫിംഗറിൻ്റെ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതിനുശേഷം ക്ലോക്ക് RTC ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റോട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ടെസ്റ്റായി വരും. ടെസ്റ്റോട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ LED ടെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ ടു കണ്ടിന്യൂ. വോയിസ് ടെസ്റ്റ് ചെയ്യുകയാണ്. Duplicate ID. The clock is slow. Duplicated punch. Thank you. എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ സിസ്റ്റം ഇൻഫോ ആണ്. സിസ്റ്റം ഇൻഫോയ്ക്കകത്ത് നമുക്ക് ഡിവൈസ് കപ്പാസിറ്റി 800 യൂസേഴ്സിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അഡ്മിൻ, യൂസർ, പാസ്വേഡ്, ഫിംഗർ പ്രിൻ്റ് എന്തും 800 കാർഡ് 800, അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ഇതിൽ ഡിവൈസ് കപ്പാസിറ്റിക്കകത്ത് വരുന്നത്. പിന്നീടുള്ള ഡിവൈസ് ഇൻഫോ ആണ്. ഡിവൈസ് ഇൻഫോയിൽ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ്, സീരിയൽ നമ്പർ, മാക് അഡ്രസ്, ഫിംഗർ പ്രിൻ്റ് അൽഗോരിതം, പ്ലാറ്റ്ഫോം ഇൻഫർമേഷൻ, മാനുഫാക്ചർ, ESSLൻ്റെ ഡിവൈസാണിത്. പിന്നീട് ഫേംവെയർ ഇൻഫോ ഉണ്ട്. ഫേംവെയർ ഇൻഫോയിലും ഇതുപോലെ ഫേംവെയർ ഡീറ്റെയിൽസ്, ഫേംവെയർ വേർഷൻ, ബയോസ് സർവീസ്, പുഷ് സർവീസ്, സ്റ്റാൻഡലോൺ സർവീസ്, ഡെവ് സർവീസ്, സിസ്റ്റം വേർഷൻ തുടങ്ങിയ ഡീറ്റെയിൽസാണിതിൽ. FP സെൻസർ വേർഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. ലൈസൻസ് എക്സെപ്ഷൻ ലോക്സ്, നോ ലോക്സ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ലാസ്റ്റ് ഓപ്ഷനാണിത്, സിസ്റ്റം ഇൻഫോ. ഇതിലാണ് ഇത്രയും ഡീറ്റെയിൽസ് കാണിക്കുന്നത്. ഇത്രയും ഓപ്ഷനുകളാണ് ഈ ഡിവൈസിൽ വരുന്നത്. പറഞ്ഞു ഇത് കേബിൾ ഉപയോഗിച്ചാണ്, ഈ ബാക്ക് സൈഡിലെ കേബിൾ കണക്ഷൻ ഉപയോഗിച്ചാണ് നമ്മളിവിടെ പവർ കൊടുത്തിരിക്കുന്നത്. ഇത് താഴെ വേണമെങ്കിൽ നമുക്ക് പവർ കൊടുക്കാവുന്നതാണ്. താഴെയാണ് ഞാൻ അഡാപ്റ്ററിൻ്റെ ഡയറക്റ്റ് അഡാപ്റ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോഴും ഡിവൈസ് വർക്കാവുന്നുണ്ട്. ഈ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പവർ കൊടുക്കാം. ഈ ഡിവൈസ് നമ്മൾ ആക്സസ് കൺട്രോളായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് മെയിനായിട്ട് ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ലോക്ക്, അതിൻ്റെ പ്ലേറ്റ്, പിന്നീടുള്ള എക്സിറ്റ് സ്വിച്ച്. ഇവിടെ നമ്മൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ലോക്കിനെ ഒന്ന് വിശദമായി പരിചയപ്പെടാം. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ലോക്ക്. ഇതൊരു കോയിലാണ് ഇതിനകത്ത്. ഇതിൽ വൈദ്യുതി കടന്നു ചെല്ലുമ്പോൾ ഇതൊരു മാഗ്നറ്റായിട്ട് വർക്കാവുകയാണ്. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. ഒരു ചെറിയ PCB ബോർഡുണ്ട് ഇതിനകത്ത്. അതുപോലെ ഇത് പ്ലസും മൈനസും പവർ 12 വോൾട്ട് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. പിന്നീട് ഇതിൻ്റെ കൂടെ വരുന്നത് ഈ പ്ലേറ്റാണ്. ഇത് ആക്റ്റീവായി കഴിയുമ്പോൾ ഇത് മാഗ്നറ്റായിട്ട് വർക്കാവും. ഈ പ്ലേറ്റ് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നീട് ഇത് ഡോറിലാണിത്. നമ്മൾ ഈ രണ്ട് ഡിവൈസുകളും ഡോറിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെയുള്ള ആക്സസറീസാണ് ഇത്. ഈ ഡോർ ലോക്ക്, ഈ പ്ലേറ്റ് ഡോറിൽ വെച്ച ശേഷം
ആ ഡോറിൽ പിടിപ്പിക്കാനുള്ള ആക്സസറീസാണ് ഇതെല്ലാം. ഒരു അലൻ കീ ഉണ്ട്. അലൻ കീ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഇതിൻ്റെ ഈ പ്ലേറ്റിൽ ഈ ലോക്ക് ഫിക്സ് ചെയ്യുന്നത്. ഇത് 2 പ്ലേറ്റാണിത്. ഈ ലോക്കും ഇതിനൊരു പ്ലേറ്റ് ഉണ്ട്. ഈ പ്ലേറ്റ് ആദ്യം നമ്മൾ ഡോറിൻ്റെ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യും. അതിന് ശേഷമാണ് ഈ പ്ലേറ്റ് ഡോറിൽ ഫിക്സ് ചെയ്യുന്നത്. ഇതതിനുള്ളൊരു ടെംപ്ലേറ്റാണ്. ഇത് ഫിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ പ്ലേറ്റ് അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ അലൻ കീ ഉപയോഗിച്ച് ഈ പ്ലേറ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും കഴിയും. അതിനുശേഷം ഈ അലൻ കീ വെച്ച് പ്ലേറ്റ് ഫുള്ളായിട്ട് എടുത്ത ശേഷം ഇത് നമ്മൾ ഫ്രെയിമിൽ പിടിപ്പിക്കുകയാണ്. അതിൻ്റെ വിശദമായ ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമുക്ക് പിന്നീട് നമ്മൾ സൈറ്റിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. ഡോറിൽ ഹോൾ ഇട്ട ശേഷം ഈ പ്ലേറ്റ് ഇതുപോലെ ഡോറിലേക്ക് വെക്കുകയാണ്. ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ കഴിയും. ഗ്ലാസ് ഡോറാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ സ്റ്റിക്കറോ എൽ ബ്രാക്കറ്റോ ഉപയോഗിച്ച് ഇത് ഫിക്സ് ചെയ്യുന്നതാണ് ഗ്ലാസ് ഡോറിൽ. ഇവിടെയുള്ളൊരു എക്സിറ്റ് സ്വിച്ചാണ്, എക്സിറ്റ് ബട്ടൺ. അതായത് ഈ എക്സിറ്റ് സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ ഔട്ട്സൈഡ് ഈ ഡിവൈസ് വെച്ച ശേഷം ഇൻസൈഡ് നമുക്ക് റീഡർ ഇല്ലെങ്കിൽ, റീഡർ ഉണ്ടെങ്കിൽ തന്നെ എക്സിറ്റ് സ്വിച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ആക്സസ് ഇല്ലാതെ നമുക്ക് പുറത്ത് ഈ സ്വിച്ച് അമർത്തിയ ശേഷം ലോക്ക് ഓപ്പണായി പുറത്തേക്ക് പോകാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു സ്വിച്ചാണ്. ഇതിന് ജസ്റ്റ് 2 കണക്ഷൻ മാത്രമേ ഉള്ളൂ. അത് ഡിവൈസിൽ നിന്ന് വരുന്ന ബട്ടൺ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടും, ബട്ടൺ എന്ന് പറഞ്ഞാൽ ഓപ്ഷന് ആ വയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിവൈസ് ഈ എക്സിറ്റ് സ്വിച്ച് ആക്റ്റീവ് ആകും. അതനുസരിച്ച് നമുക്ക് എക്സിറ്റ് സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് പവർ റിലീസാവും, ഡോർ ഓപ്പൺ ആകും. നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോക്സിമിറ്റി കാർഡാണ്. ഈ കാർഡാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഈ റീഡറിൽ നമുക്ക് അറ്റൻഡൻസും ആക്സസും എല്ലാം, ആക്സസ് കൺട്രോളും എല്ലാം ഉപയോഗിക്കാൻ കഴിയും. ഈ കാർഡ് നമ്മൾ ഫിംഗർ ചെയ്യുന്നതിന് പകരം കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് എല്ലാ ഓപ്ഷനുകളും ഇതിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. കാർഡും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊരു പ്രോക്സിമിറ്റി കാർഡാണ്. ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ കോൺഫിഗറേഷനും ഇതിൻ്റെ കണക്ഷനും എങ്ങനെ വയറിങ്ങും ബാക്കി സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസും നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി.